പക്ഷേ ഉത്തരേന്ത്യയിൽ അത് തന്നെയാണ് അവസ്ഥ. ഉഷ്ണതരംഗം രൂക്ഷമാവുകയാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കഠിനമായ ചൂട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതിനിടെ കനത്ത ചൂടിന് ആശ്വാസമായി ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും നേരിയ മഴ ലഭിച്ചിട്ടുണ്ട്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അരവിന്ദ്, ചെറിയ മഴ ഇപ്പോഴും അവിടെ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കൊടയൊക്കെ പിടിച്ചാണല്ലോ അരവിന്ദ് നിൽക്കുന്നത്. എന്താണ് ഉത്തരേന്ത്യയിലെ ആകെ സാഹചര്യം? ഹാഷ്മി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള ഉഷ്ണതരംഗം തുടരുകയാണ്. അതിൽ ഡൽഹിയിൽ ഒരു താൽക്കാലിക ആശ്വാസമായ ഒരു നേരിയ മഴ ഇപ്പോൾ പെയ്തിരിക്കുന്നു. ഇത് ശക്തമായ മഴയ്ക്ക് തന്നെയാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് ഇന്ന് പ്രവചനം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നേരിയ മഴയാണ്. അത് ശക്തമായില്ലെങ്കിൽ ഒരുപക്ഷെ രാത്രിയോടുകൂടി വലിയ രീതിയിലുള്ള ചൂടിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളടക്കം നൽകിയിരുന്നു. കാരണം ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ശക്തമായ ചൂടാണ് തുടരുന്നത്. ഉച്ചസമയത്തൊന്നും പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഉത്തരേന്ത്യയിലുള്ളത്. അതുകൂടാതെ തന്നെ രാത്രി അടക്കം വലിയ രീതിയിലുള്ള ചൂട് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ജനങ്ങൾ കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നതാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെല്ലാം കൃത്യമായ മുന്നറിയിപ്പുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. കൃത്യമായ മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ ഈ പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അതുപോലെ തന്നെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കണമെന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു 21 സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഈ സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ ആശുപത്രികളിലടക്കം കൃത്യമായ സജ്ജീകരണങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സജ്ജമായിരിക്കണം എന്നതാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ സംസ്ഥാനങ്ങൾ എടുത്തിട്ടുണ്ട്. സ്കൂളുകൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിക്കുക, അതോടൊപ്പം തന്നെ വിവിധ പരിപാടികൾ, ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന പരിപാടികളടക്കം സർക്കാരുകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഡൽഹിയിൽ ഇപ്പോൾ ഒരു നേരിയ മഴയുണ്ട്. അതിന്റെ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഡൽഹി നിവാസികൾ ഉള്ളത്. ഹാഷ്മിദില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.